നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അത്രത്തോളമൊന്നും ഗൗരവമില്ലാത്ത, എന്നാൽ കേരളീയരൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില തമാശകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് അഖിൽ മാരാരുടെ ആക്രാന്ത രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അഖിൽ കോട്ടാത്തല എന്നാണ് എഴുതി വെച്ചത്. പുള്ളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന്തുമായിട്ടൊരു കോമ്പറ്റീഷനിലാണ്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട ഓന്തുകൾ എനിക്കെതിരെ കേസ് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളി ഇപ്പോൾ ആളുകളൊക്കെ വിളിക്കുന്നത് ഓന്തു ഗോപാലൻ എന്നൊക്കെയാണ്. ഞാൻ പക്ഷെ അങ്ങനെ വിളിക്കുന്നില്ല, കാരണം അത് ഓന്തുകളുടെ വലിയ അനിഷ്ടത്തിനിടയാക്കും. അത് ഒരു നാച്ചുറലായി പ്രകൃതിപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഓന്തിനുള്ളതെങ്കിൽ പുള്ളിയുടെ അങ്ങനെയല്ല. പുള്ളി ഓരോ മിനിറ്റിലും 10 നിലപാടുകൾ വീതം, അതും വൈരുദ്ധ്യമുള്ള നിലപാടുകൾ വീതം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ബിഗ് ബോസിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നത്, ബിഗ് ബോസിൽ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു മാളിൽ ചെന്ന് നിന്ന്, വേറെ എവിടെയെങ്കിലും അല്ല. ലുലു മാളിലൊക്കെ ഇപ്പോൾ പോകുമ്പോൾ സാധാരണ ആളുകൾ കുറച്ച് ഷർട്ട് പാൻറ്റൊക്കെ ഇട്ടല്ലേ, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ പോകുള്ളൂ. അല്ലാതെ ഷർട്ട് ഇടാതെ ഒന്നും ആരും പോകില്ലല്ലോ. കള്ള് ഷാപ്പിലേക്ക് പോകണ പോലെ പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലുലു മാളിൽ, ഞാൻ പറഞ്ഞ കള്ള് ഷാപ്പിലാണെങ്കിലും ആളുകൾ മര്യാദക്കാണ് പോകണം. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി ഷാബി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാനോ കുറച്ചുകൂടി കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാനോ നമുക്കൊരു ധൈര്യം ഉണ്ടാവും. പക്ഷേ പുള്ളി പറയുന്നത് ലുലു മാളിൽ ചെന്ന് നിന്ന് ആളുകളെ തുണിപൊക്കി കാണിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത്, ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ. പക്ഷേ പുള്ളി അതിനുശേഷം ബിഗ് ബോസിൽ പോവുകയും അവിടെ നമ്മളെയൊക്കെ തന്നെ തുണിപൊക്കി കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ള മറ്റു പല പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശോഭയുടെ ഇന്നേഴ്സ് അലക്കാനിട്ടെടുത്ത് മറ്റേ അവിടുത്തെ ഉള്ള പൂളിലിടുക, പൂളിൽ നിന്ന് കോരിയെടുക്കുക, ഇങ്ങനെ പല വേക്രാന്തത്തരങ്ങളൊക്കെ കാണിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ബോധം വിവരമൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവർ കുറേ പേര് വോട്ട് ചെയ്യുന്നൊക്കെ പറയണേ, ദൈവത്തിനറിയാം. എന്താണെങ്കിൽ ബിഗ് ബോസ് വിന്നറായിട്ട് പുള്ളി പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ പുറത്തേക്ക് വന്നപ്പോൾ ഈ സെലിബ്രിറ്റി ആകുന്നവനൊക്കെ ഒരു രാത്രി കൊണ്ട് യാതൊരു കഴിവും എടുക്കില്ലാതെ സെലിബ്രിറ്റി ആകുന്നവനൊക്കെ ഒരു തോന്നലുണ്ടാവും. കാരണം ഇനിയിപ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവൻ ആളുകൾ ഇതുപോലെ പൊക്കി നടന്നോളുന്നതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മറ്റേ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു പ്രൊഫസറൊക്കെ ഉണ്ട്. പുള്ളി പറയുന്ന പിറ്റേ ദിവസം പറയുന്ന വാചകം കിട്ടിയാൽ ഞെട്ടിപ്പോയി. പുള്ളി പറയുന്നത്, ഞാൻ ജോലി രാജിവെച്ച് ഫുൾ ടൈം ഇനി സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പോണേന്നാണ്. ഇപ്പോൾ പുള്ളിയൊക്കെ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഈ മറ്റേ ഇത് നടത്തുന്ന, ബിഗ് ബോസ് ഒക്കെ നടത്തുന്ന ആളുകൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ഫാൻസൊക്കെയാണ് ഇവർക്കുള്ളത്. അവരൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്ത്, ഈവൻറ്റ് മാനേജേഴ്സിനെ കുറിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ് ഈ എയർപോർട്ടിലൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവരുടെ കണ്ണ് മഞ്ഞളിക്കുകയും ഞങ്ങളെന്തോ ഭയങ്കര വലിയ സംഭവമാണെന്ന് തോന്നുകയൊക്കെ ചെയ്യും. അതുപോലെ ഈ മാരാരമൊക്കെ വന്നപ്പോൾ രാത്രി 12-12:30, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, രാത്രി 12:30-1 മണിക്ക് കൊട്ടാരക്കരയിൽ ആളുകളൊക്കെ തടിച്ചുകൂടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ആളും അങ്ങനെ നോക്കാനില്ല. ഇപ്പോൾ പുള്ളി അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും കടയിൽ കയറി ഒരു പഴവും ഈ പറയുന്ന പോലെ നാരങ്ങവെള്ളവും കഴിച്ചാൽ പോലും അയാൾ പോലും തിരിച്ചറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയന്തോ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് 2020 വന്ന് ജോയിൻ ചെയ്യുകയും 2020 തൃക്കാക്കരയിൽ നിന്ന് മത്സരിക്കുകയും അതിഗംഭീരമായി തോൽക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം 15,000 വോട്ടേ പുള്ളിക്ക് കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് അഞ്ജലി നായരൊക്കെ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചിട്ട് തന്നെ 30,000-ഓളം വോട്ടുകൾ കിട്ടി. പക്ഷേ ഇവിടെ ആകെ 15,000 വോട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ പുള്ളി ഇപ്പോൾ ചില ആരോപണങ്ങളുമായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് 40 കോടി രൂപ കിറ്റക്സ് സാബുവിന് NDA എന്നുള്ളത് കിട്ടി, പക്ഷേ അത് പുള്ളിനൊന്നും തൊടിയിപ്പിച്ചില്ല എന്നുള്ളതാണ്. അല്ലാതെ കാശ് മേടിച്ചു എന്നുള്ളത് പുള്ളിക്ക് ഒരു ആരോപണമല്ല. പുള്ളി പറയുന്നത് അതിൽ നിന്നുള്ള ചില്ലറ പുള്ളിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ പുള്ളി വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ പുള്ളി ആദ്യമേ തന്നെ 18 ലക്ഷം രൂപയുടെ ബൈക്ക് 10 ലക്ഷം രൂപക്ക് കൊണ്ട് വിറ്റു. എന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് കൂടാതെ ഇപ്പോൾ പുള്ളി വലിയ ബുദ്ധിമുട്ടിലാണ്. NDA പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായംകുളത്തെ ഏതോ മോട്ടോർ ബൈക്ക് ഉദ്ഘാടനത്തിന് എന്തോ വിളിച്ച് 25,000 രൂപ വന്നു. ഇപ്പോൾ അവരും പറഞ്ഞു മോൻ വരണ്ട, പണിയൊക്കെ കൊള്ളാം, ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപ പറഞ്ഞ പ്രോഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ്. കൂടാതെ ഇപ്പോൾ ഗോൾഡ് കൊണ്ടേ കഴിഞ്ഞ ദിവസം വൈറ്റ് ഗോൾഡിൽ കൊണ്ടുപോയി വിറ്റു, വൈഫിൻ്റെയൊക്കെ ഗോൾഡ് കൊണ്ട് വിറ്റു എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. പിന്നെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി പുള്ളി വീട്ടിലുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് ആദ്യം പുറത്ത് വിട്ടത്. കിറ്റക്സ് സാബുവിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു. ഇതിൽ വലിയ കിറ്റക്സ് സാബു എന്ത് ചെയ്യാനാണ്? സാബു അതിനുശേഷം ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ സാബു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ അഖിൽമാരാരും പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ ചിലവായിട്ടുള്ള പണം കൃത്യമായിട്ട് അവർ തന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് കണക്കുകൾ കൊടുത്തപ്പോഴത്തേക്കും അവർ തന്നു, അല്ലാതെ വേറൊന്നും തന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. വേറെ എന്താ തരേണ്ടത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലവേ, അല്ലാതെ ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു പാർട്ടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിറ്റക്സ് സാബു പറഞ്ഞ പോലെ അവർക്ക് മാസം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുകയും പണം കൊടുക്കുകയൊക്കെ ചെയ്യും. സാബുവിൻ്റെ കയ്യിൽ കാശുണ്ടാവും, ചിലപ്പോൾ ഇല്ലായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് കാശ് വെറുതെ തരണമെന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ട് എൻ്റെ മാരാരെ?
എന്തൊക്കെ അഭ്യാസ ആഭാസങ്ങളാണ് താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറും വിവരമില്ലാത്ത ഒരാളാണ്, ഇല്ല മറുനാടൻ ഷാജനൊക്കെ എടുത്ത് പൊക്കി വെച്ച് ഏതാണ്ട് ഭയങ്കര ആളാണെന്നൊക്കെ പറയും. ഒരു വിവരമില്ലാത്ത, ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളാണ്. പിണറായി വിജയനെതിരെ പറഞ്ഞൊക്കെ തന്നെ കണക്കൊക്കെ പറഞ്ഞിരുന്നത് മുഴുവൻ തെറ്റാണ്. ഇപ്പോൾ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ആദ്യം പുള്ളി ഒരു ചെറിയ വെടിപൊട്ടിച്ചേ ഉള്ളൂ. ചോദിച്ചപ്പോൾ ഒരു പൂവല്ല ഒരു പൂന്തോട്ടം തന്നെ കിറ്റക് സാബ് കൊടുത്തു. കിറ്റക് സാബ് ഇപ്പോൾ പുറത്തേക്കൊരു കാര്യം വിട്ടുണ്ട്. ആ സൗണ്ട് ബൈറ്റിൽ പറയുന്നൊരു കാര്യം, ഞാനിപ്പോൾ അതൊന്നും കേൾപ്പിക്കുന്നില്ല നിങ്ങളെ. ആ സൗണ്ട് ബൈറ്റിൽ പറയുന്നൊരു വാചകം എന്ന് പറയുന്നത്, പുള്ളി ഒരു ഗോപകുമാർ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ച് സംസാരിക്കുന്നതാണ്, ഗോപിയേട്ടൻ. അപ്പോൾ ആ ഗോപിയേട്ടനോട് വിളിച്ച് സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നത്, പുള്ളിക്ക് ഒന്നില്ലെങ്കിൽ മാസാമാസമുള്ള പണം വേണമെന്നാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൽ ബോർഡുകളോ അല്ലെങ്കിൽ NDAയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണോ, ആകെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ താങ്കൾ ഇതിലേക്ക് വന്നത് ഇതൊരു ബിസിനസ്സായിട്ടും ഇവിടെ നിന്ന് എന്തെങ്കിലും ചില്ലറ ഉണ്ടെങ്കിൽ അത് നക്കിക്കൊണ്ട് പോകാം എന്നുള്ള ഐഡിയയിലാണ്. അതല്ലാതെ മറ്റേ രാജ്യത്തെ സ്നേഹിക്കാനും നന്നാക്കാനും ഇവിടെ ജനതയ്ക്ക് വേണ്ടി വലിയ മഹത്തായ പ്രവർത്തനം നടത്താനും വേണ്ടി വന്നതല്ല. താങ്കളുടെ വരുമാനവും അതുപോലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ ഉണ്ടാക്കുമെങ്കിൽ അതും കൂടി വേണമെന്ന് വിചാരിച്ച് വന്നതാണ് എന്നുള്ളത് 100% വെളിവായിരിക്കുന്നു. എന്നിട്ടും ഇവൻ്റെയൊക്കെ പുറകെ നടക്കാനായിട്ട് ഈ കേരളത്തിൽ ഒരുപാട് പോഴന്മാരുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഇനി അടുത്തത്, പുള്ളി പറയുന്നത് തൃക്കാക്കരയിൽ മത്സരിക്കാൻ വന്നു. ആ മത്സരിക്കാൻ വന്നപ്പോൾ 2 പേര്, അത് ഡോക്ടർ ടെറിയും അതുപോലെ മൈക്കിളോ, അങ്ങനെ ആരോ 2 പേര് മാത്രമേ പുള്ളിയുടെ കൂടെ ഉണ്ടായുള്ളൂ എന്നാണ്. എൻ്റെ പൊന്ന അഖിൽമാരെ, അതിലിപ്പോൾ ഇത്ര സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. 2 പേരുണ്ടായല്ലോ, 2 പേരുണ്ടായല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം 15,000 വോട്ട് കിട്ടിയതാണ്. അപ്പോൾ 2 പേരുണ്ടായല്ലോ എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. അല്ലാതെ താങ്കളുടെയൊക്കെ ഇപ്പോൾ എന്തിന് ഒരാൾ പോലും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്ര ബുദ്ധിയും ബോധമില്ലാത്ത, മറ്റേ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ഇത് ഈ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെങ്കിൽ അതും കൂടി നക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്ന താങ്കളുടെ ഇപ്പോൾ ആര് നിൽക്കാനാണ്? പിന്നെ പുള്ളി പറയുന്നത് BJPക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നതാണ്. അവർക്ക് വരെ പണിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇവരൊക്കെ ഒരു കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം തള്ളിപ്പറയുമെന്നുള്ളത് BJPക്കാർ പോലും അറിയാൻ പാടില്ല. അതിനേക്കാളൊക്കെ നല്ലത് നേരെ നിന്ന് എതിർക്കുന്നത് നമ്മളാണ്. ഇവരൊക്കെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നവരാണ്? ഇതുപോലെ പണിയുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ വോയിസ് ക്ലിപ്പുകളൊന്നും പുറത്തേക്ക് വിടുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല കിറ്റക് സാബുവിൻ്റെ മുമ്പിൽ. കാരണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 40 കോടി രൂപ കൊടുത്തു, അതുപോലെ അതിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ കിട്ടിയില്ല, ഇതൊക്കെ പുള്ളി അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ ഇത് ഇവരുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് തെളിയിക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ പുള്ളിക്ക്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പൊന്ന് അഖിൽമാരാരെ, ഈ വക അഭ്യാസ ആഭാസങ്ങളുമായിട്ടൊന്നും കേരളത്തിൽ പച്ച പിടിക്കൂല. പിന്നെ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ NDAയിലേക്ക് പോയതുകൊണ്ടോ കിറ്റക് 2020 മത്സരിച്ചുകൊണ്ടോ ഒന്നുമല്ല താങ്കൾക്ക് വരുമാനമില്ലാതായത്. ബിഗ് ബോസിൽ പോകുന്ന ആരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ആകെ ഒരു കൊല്ലത്തേക്ക് കുറച്ച് ഉദ്ഘാടനത്തിന് വിളിക്കും, പരിപാടികൾക്ക് വിളിക്കും. അത് കഴിയുമ്പോൾ അവരൊക്കെ ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. മോഹൻലാൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് നടനെ അറിയാവുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അത് തുടരും ഇറങ്ങും, അല്ലെങ്കിൽ അടുത്ത സിനിമ ഇറങ്ങും, ദൃശ്യം 3 ഇറങ്ങും, അങ്ങനെ പല സിനിമകളും ഇറങ്ങും. അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ കയ്യിൽ ഒരു തേങ്ങയില്ല. പിന്നെ പുള്ളിയുടെ വിചാരം പുള്ളി അത് സൂപ്പറായിട്ടുള്ള ഒരാളാണെന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നതെന്ന് വെച്ചാൽ പുള്ളി പറയണത് ഹാഷ്മി താജ് ഇബ്രാഹിം ആയതുകൊണ്ടാണ്. അതേസമയം മറ്റേ മൈത്രേയന പുള്ളിക്കാണ് 15 മിനിറ്റ് കിട്ടിയെങ്കിൽ പുള്ളി ഒടിച്ച് മടക്കിയാണ്. ചിലപ്പോൾ ശാരീരികമായി ഒടിച്ചു മടക്കാൻ അതുപോലും ബുദ്ധിമുട്ടായിരിക്കും. വേറെ മൈത്രേയന് പ്രായമുണ്ടെന്ന് വിചാരിക്കുന്നത്. അദ്ദേഹം നല്ല ഫിറ്റാണ്. പിന്നെ താങ്കളെക്കാൾ 10 ഇരട്ടി ബുദ്ധിയുള്ള ഒരാളാണ്, കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാളാണ്. വെറുതെ ഒരാളെക്കുറിച്ചൊക്കെ പറയണം, എൻ്റെ കയ്യിലാണ് കിട്ടിയെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ ഒടിച്ച് മടക്കി വിട്ടായിരുന്നു 15 മിനിറ്റ് കൊണ്ട്. അതും മൈത്രേയനെ പോലുള്ള ആളാണ്. എൻ്റെ പൊന്ന് മാരാരെ, ഈ മണ്ടത്തരങ്ങളും കേട്ടിരിക്കാനായിട്ട് കുറേ മറ്റേ പച്ചക്കിളി നീലക്കുയിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചാനലുകളുള്ളത് കൊണ്ട് താങ്കളൊക്കെ എന്താണ് സംഭവമാണെന്നൊക്കെ ജനത്തിനൊക്കെ അറിയാം. താങ്കളൊന്നും ആരും വോട്ട് ചെയ്യൂല. പുള്ളി തെരഞ്ഞെടുപ്പിനിടക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ പുള്ളി കേൾക്കാതെ RSSകാർ അപ്പുറത്ത് നിന്ന് പറഞ്ഞു, ഇത്രയും വലിയ സ്വീകരണമൊക്കെ ആളുകൾക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ചിലപ്പോൾ ജയിച്ചേക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നിരുന്ന് പറയുന്നതാണ് പുള്ളിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് പോലും, അതായത് കളക്ടറേറ്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ പരിപാടിക്ക് വന്നിട്ട് പോലും ചെന്നില്ല. ലാസ്റ്റ് 4:45 വൈറ്റിൽ നിൽക്കണം പുള്ളി ഇപ്പം തന്നെ വന്നോന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി ശരിക്കും പറഞ്ഞാൽ കാറിന് ഒരിക്കലും എത്താൻ പറ്റില്ല. അതുവഴി തന്നെ ബൈക്കുകാരന് കൈ കാണിച്ചെടുത്ത് ഹെൽമറ്റ് വെക്കാതെ പുള്ളി ബൈക്കിലിരുന്ന് നേരെ ഇങ്ങനെ ഓടി എന്ത് ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങി ഇത് ചെയ്ത്. ഈ കഥയൊന്നും കേൾക്കേണ്ട. താങ്കളൊന്നും ഈ നാടിനെ സേവിക്കാനോ രാഷ്ട്രത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ഒന്നും വേണ്ടി ഇറങ്ങിയതല്ല. താങ്കൾ മുണ്ടക്കൈ ചൂരൽ വലയിൽ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ വീടെന്തായി? ഇനി അടുത്തൊരു കാര്യം കൂടി കേട്ടാ,
പുള്ളി പറഞ്ഞ വേറൊരാൾക്ക് ഇവിടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി സഹായിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കിറ്റക് സാബുവിൻ്റെ അടുത്ത് സാബു മൈൻഡ് ചെയ്തില്ല. സാബുവിൻ്റെ നിന്ന് ചില്ലറ മേടിച്ചെടുക്കാനുള്ള പണിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സാബു മൈൻഡ് ചെയ്യാത്തത്. പിന്നെ അടുത്തത് ഒരാളുടെ കിഡ്നി ഫെയിലിയർ ഉണ്ടായി കൂടെ നിന്ന ഒരാളുടെ. അപ്പോൾ സാബുവിനോട് പുള്ളി ചോദിക്കുന്നുണ്ട്, നമ്മുടെ CSR ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏത് നമ്മുടെ CSR ഫണ്ട്? ഏതാ നമ്മുടേതാ? കിറ്റക് സാബുവിൻ്റെ കമ്പനിയുടെ CSR ഫണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ? നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് വഹിച്ചിട്ടുള്ള ചിലവുകൾ അവർ തിരിച്ചു തന്നു എന്ന് പറയണു. അപ്പോൾ അത് തന്നെ അവർ കാണിച്ചൊരു മാന്യതയല്ല. അതിനപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആളെ പൊട്ടറാക്കാതെ എന്ത് ചെയ്യും? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലുലു മാളിലല്ല, ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന പോലെ ഇവിടെ കേരളീയരെ മുഴുവൻ നേരത്തെ ലുലു മാളിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അതേ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയോടുകൂടി കംപ്ലീറ്റ് ക്രെഡിബിലിറ്റി പോയി. ഒന്നാമത്തെ ഇനി നാളെ താങ്കൾ എനിക്ക് തോന്നുന്നത് സമാജ്വാദി പാർട്ടിയിലേക്ക് പോകും എന്നാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒന്ന് ശ്രമിച്ചാൽ സമാജ്വാദി പാർട്ടി കിട്ടും. അപ്പോൾ മുലായം സിംഗ് മറ്റേ അവിടെ തീർച്ചയായിട്ടും മുലായം സിംഗ് യാദവിൻ്റെയൊക്കെ പാർട്ടിയാണല്ലോ സമാജ്വാദി പാർട്ടി. അപ്പോൾ ആ പാർട്ടിക്ക് എന്തുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ അവിടെ അടുത്ത തവണ ചിലപ്പോൾ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചില്ലറ അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. മറന്നു പോകണ്ട, ഇപ്പോൾ ഒരു 5-8 പാർട്ടികളായി പുള്ളി യഥാർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറന്നു പോകണ്ട, സമാജ്വാദി പാർട്ടി അവിടേക്ക് എന്തായാലും താങ്കളെക്കുറിച്ച് അറിയാൻ വഴിയില്ല. അതുകൊണ്ട് അവിടെ ഒരു കൈ നോക്കാം.